കലണ്ടറിലെ വെറുമൊരു തീയതിയല്ല പക്ഷേ ഈ 21 എന്ന് പറയുന്നത്. മനുഷ്യന്റെ അചഞ്ചലമായ ആത്മവിശ്വാസം പ്രകൃതിയുടെ ക്രൂരതയെ തോൽപ്പിച്ചൊരു ദിവസം കൂടിയാണിന്ന്. ചുറ്റും കിലോമീറ്ററോളം പരന്നുകിടന്ന വെളുത്ത മഞ്ഞ്, -30 ഡിഗ്രി തണുപ്പ്, എല്ലുകളെ തുളയ്ക്കുന്ന തണുത്ത കാറ്റ്. 1972 ഒക്ടോബർ മാസത്തിൽ ഒരു വിമാനം തകർന്ന ആന്തിസ് പർവ്വത നിരകളിൽ വീഴുമ്പോൾ അതിലുണ്ടായിരുന്നവർ കരുതിയില്ല തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം തുടങ്ങുകയാണെന്ന്. 72 ദിവസങ്ങൾ ഒരു ആഹാരം പോലും ഇല്ലാതെ, മറ്റാരും സഹായിക്കാനില്ലാതെ മരവിച്ച സഹയാത്രികരുടെ മൃതദേഹങ്ങൾക്ക് നടുവിലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത 2 യുവാക്കളുണ്ടായിരുന്നു. നാൻഡോ പെരാഡോയും റോബർട്ടോ കാനസും. കയ്യിലുണ്ടായിരുന്ന ചെറിയ റേഡിയോയിലൂടെ അവർ ഒരു വാർത്ത കേട്ടു. വിമാനത്തിനായുള്ള തിരച്ചിൽ അധികൃതർ അവസാനിപ്പിച്ചുവെന്ന്. ലോകം നമ്മളെ മറന്നു എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം. നമ്മൾ ഇനി ജീവിച്ചിരിപ്പില്ല എന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന വാർത്ത കേൾക്കുന്ന ആ നിമിഷം. ആരും അവിടെ തകർന്നു പോകാമല്ലേ? പക്ഷേ നാൻഡോ പെരാഡോ പറഞ്ഞു, ലോകം നമ്മളെ ഉപേക്ഷിച്ചെങ്കിൽ വേണ്ടില്ല, നമുക്ക് നമ്മളെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന്. ചെരുപ്പിന് പകരം വിമാനത്തിൻ്റെ സീൽ കവറുകൾ കാലിൽ കെട്ടി ശ്വാസം കിട്ടാത്ത ഉയരങ്ങളിലൂടെ ഐസ് മലകൾ അവർ ഓരോന്നോരോന്നായി വലിഞ്ഞു കയറാൻ തുടങ്ങി. ഓരോ ചുവടിലും മരണം കൂടെയുണ്ടായിരുന്നു. ഒടുവിൽ 10 ദിവസം നീണ്ട ആ അസാധ്യമായ യാത്രയ്ക്ക് ശേഷം 1972 ഡിസംബർ മാസം 21 അവർ ആ മഞ്ഞുമലയ്ക്കപ്പുറം പച്ചപ്പും ഒരു പുഴയും കണ്ടു. അവിടെ വെച്ചാണ് അവർ ഒരു കുതിരക്കാരനെ കാണുന്നത്. അതായിരുന്നു ആ ജീവിതത്തേക്കുള്ള ഒരു റീ എൻട്രി. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ തണുത്തുറഞ്ഞ മഞ്ഞുകാലങ്ങൾ ഉണ്ടാകാം. സ്നേഹിച്ചവർ കൈവിടുമ്പോൾ, ബിസിനസ് തകരുമ്പോൾ, പരീക്ഷകളിൽ പരാജയപ്പെടുമ്പോൾ, നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ. നാൻഡോ പെരാഡോയെ ഓർക്കൂ. വഴി കാണിച്ചു തരാൻ ആരും വരില്ലെന്നുറപ്പായപ്പോൾ അദ്ദേഹം സ്വന്തമായി ഒരു വഴി വെട്ടിത്തുറക്കുകയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എത്ര വലുതുമാകട്ടെ, അത് ആ മഞ്ഞുമലയേക്കാൾ വലുതല്ല. മരണം വിതച്ച ആ താഴ്വരയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ വന്നത് നാൻഡോയുടെയും റോബർട്ടോയുടെയും തോറ്റുകൊടുക്കില്ല എന്നൊരൊറ്റ വാശിയാണ്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞൊരു വാചകമുണ്ട്: നിങ്ങൾ നരകത്തിലൂടെയാണ് നടന്നു പോകുന്നത് എങ്കിൽ നിർത്താതെ മുന്നോട്ട് നടക്കൂ എന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വർഷം അവസാനിക്കാൻ ഇനി 10 ദിവസം കൂടി ബാക്കിയുണ്ട്. പരാജയപ്പെട്ടു എന്ന് കരുതിയിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ ഓർക്കേണ്ട ഒന്ന്, ഈ ഡിസംബർ 21 ഈ ദിവസം അത് നമ്മളോട് പറയുന്നൊരു കാര്യം, അവസാന ശ്വാസം വരെ നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത് എന്നാണ്. ലോകം നിങ്ങളെ മറന്നാലും വിജയത്തിലേക്കുള്ള യാത്ര നിങ്ങൾ അവസാനിപ്പിക്കരുത്. മുന്നോട്ട് നടക്കൂ. നിങ്ങളുടെ പുഴയും പച്ചപ്പും നിങ്ങളെ കാത്തിരിപ്പുണ്ട്.